അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വായനാശീലം മലയാളിക്ക് സ്വതസിദ്ധമായി കിട്ടിയ വരദാനമാണ്. സൃഷ്ടിപരമായ ഒരു ഇടപെടലിൽ വായനക്കാരനും എഴുത്തുകാരനും പുസ്തകം എന്ന മാധ്യമത്തിലൂടെ നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് യഥാർത്ഥ വായനയും എഴുത്തും. വരികളിലൂടെയുള്ള സൂക്ഷ്മമായ ഒരു പരതൽ വായനക്കാരൻ നടത്തുമ്പോൾ എഴുത്തുകാരൻ സാമാന്യമായ ഒരു ആത്മസമർപ്പണം തന്റെ സൃഷ്ടിയിൽ നടത്തേണ്ടിയിരിക്കുന്നുവല്ലോ. അവ ലളിതവൽക്കരിക്കപ്പെടുക കൂടിയായാൽ വായിക്കുന്നവന് അർത്ഥങ്ങൾ എളുപ്പം ദഹിക്കാൻ സൗകര്യവും. നമുക്ക് ഈ പ്രവാസഭൂമിയിൽ ഒട്ടേറെ പരിചിതരും അല്ലാത്തവരുമായ എഴുത്തുകാരുണ്ട്. വിചാരശാഠ്യത്തിന്റെയോ അതിവൈകാരികതയുടെയോ ഒക്കെ അതിർവരമ്പുകളിലേക്ക് ബോധത്തോടെയല്ല എങ്കിലും ഒന്നിച്ചായാൻ വരികൾ വെമ്പുന്ന പോലെ എന്നാണ് പ്രവാസ സൃഷ്ടികളെ മറ്റു സാഹിത്യകാരന്മാർ വിലയിരുത്തുന്നത്. എന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ആളിപ്പടർപ്പുകളിൽ പിടയുന്നതിന്റെ വേദനയുണ്ട് പ്രവാസ എഴുത്തിന് എന്ന് മനഃപൂർവ്വമാണോ ഇവർ മനസ്സിലാക്കാതെ പോകുന്നത്? കുറേയേറെ അവഗണനകൾക്കും ചോദ്യങ്ങൾക്കുമെതിരെ വായനക്കാരന്റെ മനോമണ്ഡലങ്ങളിലേക്ക് നവീനമായ ഭാവപ്രകാശം ചൊരിയുന്ന കഥ, കവിത സമാഹാരങ്ങളുമായി ഗൾഫിന്റെ ഉഷ്ണമതിൽ കെട്ടുകളിൽ ജീവിക്കുന്ന അക്ഷരപ്രേമികളെ, നിങ്ങൾക്കായി ഈ അക്ഷരലോകം നിങ്ങളുടെ സമാഹാരങ്ങളെ പുനരാവിഷ്കരിക്കുന്ന പുനർജനിയാക്കുകയാണ്. ഇത് നിങ്ങൾക്കായി മാത്രമുള്ള ഒരു അക്ഷരലോകം. അക്ഷരലോകത്തിൽ ഇന്നാദ്യം കയ്യൊപ്പാണ്. 2 കവിതകളാണ് ഉൾക്കൊള്ളിക്കാൻ അക്ഷരലോകം തീരുമാനിച്ചിരിക്കുന്നത്. വാക്കുകൾക്ക് മൂർച്ചയേറുന്നത് കവിതകളിലാണ് എന്ന് അനുഭവസ്ഥർ. കഥയിലേതിനേക്കാൾ വളരെ എളുപ്പവും ലഘുവായും കവിതയിലൂടെ വായനക്കാരനുമായി സാഹിത്യകാരന് സംവദിക്കാനാകും എന്ന് ബഹുപക്ഷം. കാച്ചി കുറുക്കിയെടുത്ത വരികളുമായി കവി ലോകത്തോട് കവിതയിലൂടെ ആശയവിനിമയം നടത്തുമ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ അർത്ഥങ്ങളെ ത്രസിപ്പിക്കുന്നു. ഏറ്റുവാങ്ങുന്ന വായനക്കാരനും എല്ലാം എളുപ്പം. ഇതാ പ്രവാസഭൂവിൽ നിന്നുറവെടുത്ത 2 കവിതകൾ. ആദ്യം അബുദാബിയിലെ കോയമോൻ വെളിമുക്ക് അയച്ചു തന്ന ഒരു കവിതയാണ്. ഭൂമി ദേവിയുടെ വിലാപം എന്നാണ് കവിതയുടെ ശീർഷകം. ഹരിതപ്പട്ടാൽ മാറുമറച്ചൊരു ഭൂമി ദേവിയും കേഴുന്നു. തന്നെ വിവസ്ത്രയാക്കും കാപാലകന്മാർ വനം കൊള്ള തുടരുമ്പോഴും മനിതരെപ്പോലെ താൻ പെറ്റ പൊന്നോമനകളാം വൃക്ഷങ്ങളെ കോടാലിയാൽ വെട്ടുന്നു, താണ്ഡവ നൃത്തമാടിടുന്നു. അവിവേകികളാം എൻ സീമന്തപുത്രർ അജ്ഞത നടിച്ചിടുന്നു. മിണ്ടാപ്രാണരാം അരുമകൾ നിസ്സഹായരായി നിൽപ്പു. അരിഞ്ഞു വീഴ്ത്തപ്പെടുന്നു നിഷ്കരുണം നിത്യവും. അമ്മതൻ നെഞ്ചിൽ മറിഞ്ഞു വീഴുമ്പോൾ സങ്കടമോതിടുന്നു മൂകഭാഷയിൽ. ആ കണ്ണീരേറ്റ് നനയുന്നു, പിടഞ്ഞിടുന്നു. അമ്മിഞ്ഞ നൽകി പോറ്റിയൊരാ മാതൃഹൃദയം. മന്ത്രിക്കുന്നപ്പോൾ വിങ്ങിപ്പൊട്ടിയ ചുണ്ടുകൾ. ക്ഷമിച്ചു ഞാൻ ഇതുവരെ ഭൂമിയോളം ക്ഷമിച്ചെന്ന് നിങ്ങൾ ചെല്ലും പഴഞ്ചൊല്ലുപോൽ. നിർത്തുക ഈ ചെയ്തികൾ ഇനിയെങ്കിലും. എൻ കോപത്താൽ സകലതും ഭസ്മമാകും മുൻപേ. എന്നിട്ടും കനിവോടെ ഉരുവിടുന്നൊര അമ്മതൻ വിലാപം കേട്ടില്ലയോ മർത്യരെ? കോയമോൻ വെളിമുക്കിന്റെ ഭൂമിദേവിയുടെ വിലാപം എന്ന ഈ കവിത പ്രിയപ്പെട്ടവരെ നിങ്ങളേവർക്കുമായി സമർപ്പിക്കുകയാണ്. ഇനി നമുക്ക് അക്ഷരലോകത്തിലേക്ക് ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം പോലെ കടന്നുവന്ന കോയമോൻ വെളിമുക്കിന്റെ എഴുത്തുമുറിയിലേക്ക് പ്രവേശിക്കാം. ഹലോ, കോയമോൻ വെളിമുക്കാണോ? അതെ, നമസ്കാരം. ഇത് ഏഷ്യാനെറ്റ് റേഡിയോയിലെ അക്ഷരലോകം വേദിയാണ്. നമസ്കാരം. അക്ഷരലോകത്തിലേക്ക് സ്വാഗതം. കോയമോൻ എഴുതിയ ഭൂമി ദേവിയുടെ വിലാപം എന്ന കവിത ഞങ്ങൾ എല്ലാവരും കേട്ടു. സത്യം പറഞ്ഞാല് സങ്കടം തോന്നി അല്ലേ?
നമ്മുടെ പ്രകൃതിയുടെ അവസ്ഥ ഇതാണ്. എന്നിട്ടും മനുഷ്യരാരും പഠിക്കുന്നില്ല എന്നുള്ള അവസ്ഥ. നാടല്ല ഇന്നിപ്പോ നാട്ടിൽ ചെല്ലുമ്പോലെ പാടങ്ങളെല്ലാം നികത്തി വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് അതെ, വളരെ ഒരു വേദനാജനകമായി പറയാനറിയില്ല. അത്രയ്ക്കും ഒരവസ്ഥയിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഏതായാലും വളരെ സന്തോഷം കോയമോൻ. ഈ വേദനയിൽ നിന്ന് ഉറവെടുത്ത ഒരു എഴുത്താണെങ്കിൽ പോലും ഇനിയും ധാരാളം എഴുതുക. നമ്മുടെ ഭൂമിയിൽ ഇതുപോലെ വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. നമ്മുടെ എഴുത്തിലൂടെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കൂടുതൽ കൂടുതൽ എഴുതാൻ കഴിയട്ടെ കോയമോൻ. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാനും ശ്രമിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു.